2023 ഒക്ടോബർ 7 ഇസ്രയേൽ പ്രാദേശിക സമയം രാവിലെ 6:30. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രയേലിന് നേരെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ മിന്നലാക്രമണം അഴിച്ചുവിട്ടു. കുട്ടികളെ അടക്കം ക്രൂരമായി കൊലപ്പെടുത്തി. 1200-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിനിടെ സാധാരണക്കാരും സൈനികരുമടക്കം 250ഓളം പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അപ്രതീക്ഷിതമായ ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിതരാകും മുൻപേ രാവിലെ 10:47 ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ അയൺ സോട്സിന് തുടക്കമായി. പിന്നീടങ്ങോട്ട് ലോകം കണ്ടത് ഇതിനു മുൻപൊരിക്കലും കാണാത്ത വിധത്തിലുള്ള ക്രൂരതകളുടെ നേർക്കാഴ്ചയായിരുന്നു. ഗസ പൂർണ്ണമായി യുദ്ധക്കളമായി മാറി. പലായനങ്ങൾ. അതിനിടെയുണ്ടായ ആദ്യഘട്ട വെടിനിർത്തലിൽ 105ഉം രണ്ടാം ഘട്ടത്തിൽ 33ഉം ഇസ്രയേലി ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു. ഹമാസിന് പിന്തുണയുമായി ഹൂത്തികളും ഹെസ്ബൊള്ളയും രംഗത്തെത്തി. ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം അഴിച്ചുവിട്ടു. ലെബനണിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഹെസ്ബുള്ള മിസൈലുകൾ അയച്ചു. 2025 മാർച്ച് 2 മുതൽ ഇസ്രയേൽ ഗസയിലേക്ക് നൽകുമെന്ന മാനുഷിക സഹായം നിർത്തിവച്ചു. ഗസയിൽ പട്ടിണി വ്യാപകമായി. ജൂൺ 13 ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ തകർക്കാൻ ശ്രമിച്ചത് പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി. അമേരിക്കൻ B-2 ബോംബറുകൾ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. 12 ദിവസത്തിനു ശേഷം ജൂൺ 24 അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് ധാരണയായി. സെപ്റ്റംബർ 9 ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേലിന്റെ ആക്രമണം. സെപ്റ്റംബർ 22 പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി ഫ്രാൻസ്, ബ്രിട്ടൻ, പോർച്ചുഗൽ, ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു. തുടർന്ന് നടന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ മറ്റൊരു രാഷ്ട്ര നേതാവും നേരിട്ടിട്ടില്ലാത്ത കൂക്കിവിളിക്കും ഇറങ്ങിപ്പോക്കിനും നെതന്യാഹു സാക്ഷിയായി. സെപ്റ്റംബർ 29 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതിയുടെ പ്രഖ്യാപനം. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഗസയുടെ ഭരണം സ്വതന്ത്ര പലസ്തീനിയൻ ടെക്നോക്രാറ്റുകൾക്ക് കൈമാറാൻ സന്നദ്ധരാണെന്നും ഹമാസ് അറിയിച്ചു. ചർച്ചകളും കൂടിയാലോചനകളും തുടരുകയാണ്. അപ്പോഴും അശാന്തിയുടെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യയെ വിട്ടൊഴിയുന്നില്ല.